Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിലാസിനി, മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഇനി നമുക്ക് ഓരോ ടീമിനെയും പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് പൂജ. എന്റെ പേര് അനുരഞ്ജന, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയിൽ നിന്ന് വരുന്നു. ടീം ബി. എൻ്റെ പേര് അനുവിന്ദ് സഞ്ജീവൻ. എൻ്റെ പേര് ജോൺ ജസ്റ്റിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ പരിയാരത്ത് നിന്ന് വരുന്നു. ടീം സി. എൻ്റെ പേര് ഫസ്ന. എൻ്റെ പേര് ആൽഫിയ മനോജ്, GHSS ഉളിക്കൽ സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എന്റെ പേര് ഫാത്തിമ. എന്റെ പേര് അമാന ഷെറിൻ. ഞങ്ങൾ രണ്ടുപേരും GHSS സ്റ്റാലയിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് ഫ്ലവർ മരിയ സാബു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞങ്ങൾ രണ്ടുപേരും സെന്റ് ജോസഫ് HSS പേരാവൂരിൽ നിന്ന് വരുന്നു. 4ാം റൗണ്ട് തുടങ്ങുകയാണ്. ഇതിലെ ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഒരു ടീമിന് ഉത്തരം പറയാൻ ആവുന്നില്ലെങ്കിൽ അടുത്ത ടീമിന് ചോദ്യം കൈമാറും. അവർക്ക് 2 മാർക്കാണ് കിട്ടുക. ഒന്നാമത്തെ ചോദ്യം ടീം എയോട്. പത്രനീതി എന്ന പാഠത്തിലെ ആശയങ്ങളും സമകാലിക മാധ്യമ സമീപനങ്ങളും വിശകലനം ചെയ്ത് പത്രധർമ്മം എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കണം എന്നിരിക്കട്ടെ. എങ്കിൽ എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾ അവതരിപ്പിക്കുക? വിഷയം പത്രധർമ്മം എന്നതാണ്. തയ്യാറാക്കേണ്ടത് മുഖപ്രസംഗമാണ്. 4 വ്യത്യസ്ത ആശയങ്ങളെങ്കിലും പറയുക. എല്ലാ മനുഷ്യരും വാർത്തകൾ അറിയുന്നതിനും വാർത്തകൾ നൽകുന്നതിനും പത്രങ്ങളെ ആശ്രയിക്കുന്നു. പത്രം ലോകത്തെ നമ്മുടെ മടിക്കരികിലേക്ക് എത്തിക്കുമ്പോഴും നമ്മുടെ വീട്ടിനകത്തുള്ള സംഭവങ്ങളും ലോകത്തിന് മുന്നിലെത്തിക്കാൻ പത്രത്തിലൂടെ സാധിക്കുന്നു. സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെയും പത്രം വിവരിക്കുന്നു, അതുപോലെ വിമർശിക്കുകയും ചെയ്യുന്നു. എന്നാൽ പത്രത്തിന് അതേ അളവിൽ വിമർശനങ്ങൾ ഏൽക്കാറില്ല. എന്തൊക്കെ ആശയങ്ങൾ നമ്മൾ അവതരിപ്പിക്കും? 4 പ്രധാന പോയിന്റുകളായിട്ട് പറഞ്ഞാൽ മതി. വിശദീകരണങ്ങൾ അധികം വേണമെന്നില്ല. പ്രധാന ആശയങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിക്കുക മുഖപ്രസംഗത്തിൽ. വിഷയം ഇതാണ്: പത്രധർമ്മം. പത്രങ്ങൾ അസത്യവാർത്തകൾ നൽകുകയും പിന്നീട് ആ അസത്യത്തെ സത്യമാക്കി മാറ്റാൻ അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാവണം പത്രം എന്നതാണ് പത്രധർമ്മം എന്ന മുഖപ്രസംഗത്തിൽ നമ്മൾ വിശദീകരിക്കേണ്ടത്, അല്ലേ? യഥാർത്ഥത്തിൽ പത്രം എന്ന് പറയുന്നത് നാടിന്റെ കണ്ണാടിയാവണം. നാട്ടിൽ എന്ത് സംഭവം നടന്നാലും അതിൽ മായം കലർത്താതെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമം കൂടിയാവണം പത്രം. ടീം എ ഉത്തരം നന്നായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമായും പത്രത്തിന്റെ ധർമ്മം സത്യസന്ധമായ കാര്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നതാണ്. ഒരു രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ജീർണമായ അവസ്ഥയിലും പത്രങ്ങൾ അഥവാ മാധ്യമങ്ങൾ നീതിപൂർവം പെരുമാറണം. പത്രങ്ങൾ അസത്യം വിളിച്ചു പറയുകയും അവ സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ സമൂഹ നന്മയായിരിക്കണം പത്രത്തിന്റെ ധർമ്മമായി, ലക്ഷ്യമായി കാണേണ്ടത്. ടീം എക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബി. ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്കത്ര പിടുത്തില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ. ആ നേരം വല്ല പണിയും എടുത്താല് 4 കാശുണ്ടാക്കാം. ചെമ്പുമത്തായിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കാനാവുമോ? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. ചെമ്പുമത്തായിയുടെ ഒരു നിരീക്ഷണമാണത്. ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്കത്ര പിടുത്തമില്ല. മനുഷ്യരെ മെനക്കെടുത്താനാണ് ഈ ഏർപ്പാട്. ആ നേരം വല്ല പണിയെടുത്താൽ കാശുണ്ടാവും എന്നത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാനാവുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? യോജിക്കാനാവില്ല. ചെമ്പുമത്തായും ചെമ്പുമത്തായുടെ അച്ഛനും
തങ്ങളുടെ ജീവിതത്തിൽ പണത്തിനും സ്വർണത്തിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തു പോന്നിരിക്കുന്നത്. അവർ ഒരിക്കലും കലയ്ക്കോ സംഗീതത്തിനോ ഒന്നും അവർ ഇതുവരെ പ്രാധാന്യം നൽകി പോന്നിട്ടില്ല. റേഡിയോയിൽ കാണുന്ന പരിപാടികളോ പാട്ടോ ഒന്നും അയാൾക്ക് ആസ്വദിക്കാൻ തന്നെ സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാൻ? പക്ഷേ ചാക്കുണ്ണിയാകട്ടെ കലയ്ക്കും സംഗീതത്തിനും പ്രാധാന്യം കൊടുത്തു പോരുന്ന ഒരു വ്യക്തിയാണ്. അയാൾ പണത്തിനും എല്ലാത്തിനും ഉപരിയായി കലയെയും സംഗീതത്തെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചാക്കുണ്ണി. അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്പുമത്തായിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. യോജിക്കാതിരിക്കാനുള്ള കാരണം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. പ്രധാനമായും എന്താണ്? മനുഷ്യന് ജീവിക്കാൻ പണം മാത്രം പോരാ. സന്തോഷവും വിശ്രമവേളകളും ഒക്കെ മനുഷ്യന് ജീവിക്കാൻ വേണം. കലയും സാഹിത്യവും മനുഷ്യരെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ റേഡിയോ കേൾക്കുക, പാട്ട് ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ്. ചെമ്പുമത്തായിക്ക് അതൊന്നും ആവശ്യമില്ല. അത്തരക്കാരെ നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും കാണാനാവും. പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ചിലരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കേൾവിയിലോ ഉണ്ടാവും. എന്നാൽ മനുഷ്യന് ജീവിക്കാൻ പണം മാത്രം പോരാ. സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാനാവും. കലയും സാഹിത്യവും മനുഷ്യ മനസ്സിനെയും മനുഷ്യ ജീവിതത്തെയും ആനന്ദകരമാക്കും. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് റേഡിയോ എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പുമത്തായിയുടെ അഭിപ്രായത്തോട് യോജിക്കാനാവില്ല. ടീം ബി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോട്. ക്ഷേത്രങ്ങൾ ഇനി ആവശ്യമില്ലെന്നും തൽസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തൊഴിൽശാലകളോ ആണ് വേണ്ടതെന്നും ശ്രീനാരായണ ഗുരു അനന്തരകാലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് പഠിക്കാനുള്ള പാഠത്തിലെ വാക്യമാണത്. ഗുരു ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ശ്രീനാരായണ ഗുരു ഒരു മതത്തിനും പ്രാധാന്യം നൽകുകയോ അല്ലെങ്കിൽ മതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിതതെന്നോ നമുക്ക് അവിടെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ആ സമയത്ത് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. അങ്ങനെ ക്ഷേത്രം പണിതതിന് ശേഷം അവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയുന്നത് അവിടെ ആ ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളും നിർമ്മിക്കണമെന്ന്. കാരണം വെച്ചാൽ നമുക്ക് മതവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ രംഗങ്ങളിലാണ് വേണ്ടത്. ശ്രീനാരായണ ഗുരു അന്നേരം ആ ക്ഷേത്രം അവിടെ സ്ഥാപിച്ചെങ്കിലും അത് ആ താഴെ തട്ടിലുള്ളവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ സ്ഥാപനങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളും വെച്ച് കൂടുതൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ താഴെ തട്ടിലുള്ളവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു അങ്ങനെ പറയുന്നത്. അല്ലാതെ ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ശ്രീനാരായണ ഗുരു അവിടെ ക്ഷേത്രം പണിതത് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടീം സിയുടെ ഉത്തരം വ്യക്തമാണ്. അപ്പോൾ പോലും ചില കാര്യങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കണം. ഒന്ന്, മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഭക്ഷണം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമാണ്. അതിനെന്ത് വേണം? തൊഴിൽ വേണം. തൊഴിൽ സാധ്യമാക്കണമെങ്കിൽ തൊഴിൽ ശാലകൾ വേണം. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളെക്കാൾ തൊഴിൽശാലകളാണ് അത്യാവശ്യം എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. മറ്റൊന്ന്, വിദ്യാഭ്യാസമാണ് പ്രധാനം. വിദ്യാഭ്യാസം മനസ്സിന്റെ വളർച്ചയ്ക്കാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമാവുന്നത് പോലെ തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ വളർച്ചയ്ക്ക്, ചിന്തയുടെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്. മനുഷ്യനായി വളരാനും പുരോഗമന ചിന്തയുണരാനും വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം വേണം. അതേപോലെ ശാസ്ത്രബോധം വളരണം. ഇതിനൊക്കെ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സംവിധാനവുമാണ് വേണ്ടത് എന്നാണ് ഗുരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീം സിക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോട്. പണയം എന്ന കഥയെ സംബന്ധിച്ച്. പണയം എന്ന കഥയിലെ പ്രതിനായകനാണ് ചെമ്പുമത്തായി. ചെമ്പുമത്തായിയുടെ സ്വഭാവ സവിശേഷതകളും കഥയിലെ സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം എന്നിരിക്കട്ടെ. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുക? ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അദ്ദേഹത്തിന് പണത്തോടുള്ള മോഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. കലയിലും സാഹിത്യത്തിലും അദ്ദേഹത്തിന് താല്പര്യം വളരെ കുറവാണ്. കലാഹൃദയമുള്ള ഒരു മനുഷ്യന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പണത്തെ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ. പണത്തോടും അഭിമാനത്തോടുമാണ് അദ്ദേഹത്തിന് താല്പര്യം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാതെ സ്വന്തം കാര്യത്തിൽ മാത്രം അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ് ചെമ്പുമത്തായി. പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നമ്മുടെ കാഴ്ചപ്പാടുകളല്ല എന്നറിയാം, അല്ലെ? അത് ഏതൊക്കെ എന്ന് പറയേണ്ടതല്ലേ? അദ്ദേഹം പറയുന്നുണ്ട് പാട്ട് എന്നത് നമ്മുടെ സമയത്തെ കളയുന്ന ഒന്നാണ് എന്നത്. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശുണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കലാരംഗത്ത് തീരെ കലയോടോ സാഹിത്യത്തിനോടോ അദ്ദേഹത്തിന് പ്രത്യേകം താല്പര്യമില്ല.
അല്ലേ? പുതുതലമുറയിലെ ഒരു പ്രതീകം കൂടിയാണ് ചെമ്പുമത്തായി എന്ന കഥാപാത്രം. പുതുതലമുറ മൊത്തമായി അങ്ങനെയാണെന്ന് നമുക്ക് പറയാനാവില്ല, അല്ലെ? ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ടീം ബി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അതിനൊന്ന് ക്രമപ്പെടുത്തി പറയേണ്ടതുണ്ട്, അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് പറയണം. കഥാകൃത്ത് ആരാണ്? ഏത് കഥയിലെ കഥാപാത്രമാണെന്ന് പറയണം. പിന്നെയോ അദ്ദേഹത്തിന്റെ നമ്മൾ നിരൂപണം ചെയ്യാൻ വിചാരിക്കുന്ന കഥാപാത്രത്തിന്റെ മനോഭാവങ്ങൾ എന്താണ്, ചില കാഴ്ചപ്പാടുകൾ എന്താണ്, അയാളുടെ രൂപം എന്താണ്, ഭാവം എന്താണ് എന്നൊക്കെ നമ്മൾക്ക് വിശദീകരിക്കേണ്ടി വരും. മാത്രവുമല്ല ആ കഥയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി കഥാകാരൻ അല്ലെ കഥാകാരി ഉപയോഗിച്ച തന്ത്രം എന്താണ്, ഭാഷയുടെ പ്രത്യേകതകൾ എന്താണ്, വാങ്മയ ചിത്രങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് കഥാപാത്ര നിരൂപണത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ അവതരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരിക്കും? ചെമ്പുമത്തായി ആരാണെന്ന് പറയുന്നു. സ്വർണം പണയമെടുക്കുന്നയാളാണ്, പണം പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്, പണത്തോട് അദ്ദേഹത്തിന് ആർത്തിയുണ്ട്, പണത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. കലകൾക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനം അയാൾ കൽപ്പിക്കുന്നില്ല. മാത്രമല്ല അതിലൊരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ചാക്കുണ്ണിക്ക്, അല്ലെ? മക്കളെ തല്ലി വളർത്തണം, എങ്ങനെ ലാളിക്കാൻ പാടില്ല എന്നതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ ആ വാക്യത്തിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണിശത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക നില എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പരമ്പരാഗതമായി സ്വർണ്ണപ്പണയം എടുക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ തൊഴിലിനോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ എന്നതും നമുക്ക് കാണാനാവുന്നുണ്ട്. റേഡിയോ എന്നത് മനുഷ്യരെ മെനക്കെടുത്താനാണ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കലയോടോ സാഹിത്യത്തിനോടോ മറ്റ് മാനവിക വികാരങ്ങളോടോ വലിയ അടുപ്പം കാണിക്കാത്ത ഒരാളാണ് ചെമ്പുമത്തായി എന്ന് കാണാനാവും. ടീം ഡിക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട്. ശ്രീനാരായണ സന്ദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ് സാർവലൗകികത്വം, എന്ന് വെച്ചാൽ യൂണിവേഴ്സാലിറ്റി. വിശദീകരിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ ഓരോ വാക്കുകളും കാലാതീതമായിരുന്നു. എല്ലാ കാലത്തും അതിന് വളരെ ഒരു പ്രസക്തി തന്നെ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു സാധാരണ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിലും ഹിന്ദു മതത്തെക്കുറിച്ച് ഒന്നും പറയാതെ എല്ലാ മതത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു. മനുഷ്യജാതി എന്ന മതത്തെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഏത് കാലത്തും വളരെ പ്രസക്തിയുള്ളതും അർത്ഥവത്തായതുമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ വാക്കുകൾ കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഏത് വചനങ്ങൾ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്നീ 2 വാക്കുകളും ഏത് കാലത്തും പ്രസക്തിയുള്ളതായിരുന്നു. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന വാക്യം തന്നെ അല്ലെ മനുഷ്യ നന്മയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതുകൊണ്ടും കൂടിയാണ്. സാർവലൗകികമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? ഏത് കാലത്തും എന്നതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് കോണിലും പ്രസക്തമാണ് ഈ വാക്യങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ, വചനങ്ങളെ ഏത് കോണിലുള്ള മനുഷ്യനും മുദ്രാവാക്യമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അല്ലെ മനുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ലോകം വരണം എന്നതാണ് ഗുരുവിന്റെ സന്ദേശങ്ങളുടെ ആകെ സാരം. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും പ്രസക്തമാണ്, ലോകത്തിന്റെ ഏത് കോണിലും ഈ വാക്യങ്ങൾ പ്രസക്തമാണ്. വർഗഭേദങ്ങളുടെ പേരിൽ, രാജ്യ അതിർത്തിയുടെ പേരിൽ യുദ്ധം നടക്കുന്ന ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ എന്ന് നമുക്ക് കാണാനാവും. മനുഷ്യരായി ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ടീം ഇക്ക് 4 പോയിന്റ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെ. സമൂഹത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കണം. പത്രനീതി എന്ന പാഠത്തിലെ ആശയങ്ങളും നിങ്ങളുടെ നിരീക്ഷണവും ഉൾപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ ഉപന്യാസത്തിൽ നിങ്ങൾ എഴുതൂ? മാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം, മാധ്യമങ്ങളുടെ നല്ല വശം, മാധ്യമങ്ങളുടെ മോശം വശം, മാധ്യമങ്ങളെ ഭരണാധികാരികളും രാഷ്ട്രീയ പ്രവർത്തകരും ഭയപ്പെടാനുള്ള കാരണം, മാധ്യമങ്ങളുടെ നല്ല വശം എന്താണെന്നൊന്ന് സൂചിപ്പിച്ചുകൊണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ മാധ്യമം അതിനെപ്പറ്റിയുള്ള ശരിയായ വാർത്ത സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഗൗരവത്തെ പറ്റി നമ്മുടെ സമൂഹത്തിന് നല്ലൊരു വെളിപാട് ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് സംഭവം ശരിക്കും നടക്കുന്നത് എന്നറിയാതെ പല മാധ്യമങ്ങളും തരുന്ന തെറ്റായ പ്രചാരങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ശരിയായ വാർത്ത പ്രചരിപ്പിക്കുക. എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് മനുഷ്യ സമൂഹത്തെ?
ഇപ്പോൾ നമ്മൾ പത്രം സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നതന്നെ പത്രം വായിച്ചിട്ടായിരിക്കും. ഇപ്പം മനോരമ പത്രം വായിക്കുന്ന ഒരാൾക്ക് മനോരമ പത്രം തന്നെ വായിക്കുന്നതായിരിക്കും നല്ലതായിട്ട് തോന്നുക. അതായത് ഇപ്പം നാളെ വേറൊരു പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംതൃപ്തി ലഭിക്കില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം അതില്ലാതെ നമുക്ക് ആ ദിവസം മറ്റു ദിവസങ്ങൾ പറ്റില്ല. അതുകൊണ്ട് തന്നെ പത്രം ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം പത്രം വായിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ദിവസം പൂർണ്ണമല്ലാത്ത പോലെ തോന്നും. മാധ്യമങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്വാധീനം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ചിന്തയെ രൂപപ്പെടുത്താൻ, കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ, ബോധമണ്ഡലത്തെ പുതുക്കാൻ ഒക്കെ മാധ്യമങ്ങൾക്ക് കഴിയും. ആ സാധ്യത മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പത്രം നീതിപൂർവമായ ആവണം പെരുമാറേണ്ടത് എന്നുകൂടിയാണ് നിങ്ങൾ ഉപന്യാസത്തിൽ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും മഹത്തായ വലിയ ശക്തിയാണ് മാധ്യമം എന്നതുകൊണ്ട് തന്നെ മാധ്യമ മേഖല ജീർണിച്ചു പോയാൽ അത് ജനാധിപത്യത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാവും എന്നുകൂടി ഉപന്യാസത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കും. മാധ്യമങ്ങൾ ദുഷിക്കാൻ പാടില്ല എന്നും ദുഷിച്ചാൽ അത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കും എന്നതുകൊണ്ടും മനുഷ്യ ജീവിതത്തെ ദുഷ്കരമാക്കും എന്നതും ഈ ഉപന്യാസത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. പുതിയ മാധ്യമങ്ങളുടെ കാലമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഇക്കാലത്ത് അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവയാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾക്ക് ഒട്ടേറെ ചെയ്യാനുണ്ട്. ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുണ്ട്, നന്മയിലേക്ക് നയിക്കാനുണ്ട്. മനുഷ്യരുടെ ചിന്തകളെ, സാധാരണക്കാരന്റെയും ചിന്തകളെ, ഏതൊരാളുടെയും ചിന്തകളെ പരിഷ്കരിക്കേണ്ടതുണ്ട്. ബോധമണ്ഡലത്തെ വിപുലീകരിക്കേണ്ടതുണ്ട്. ആ ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നീതിപൂർവമാവണം പെരുമാറേണ്ടത്. ടീം ഇക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോട്. പണയം എന്ന കഥയിൽ റേഡിയോ ഒരു കഥാപാത്രം തന്നെയായി മാറുന്നുണ്ട്. മൃഗങ്ങളും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഒക്കെ കഥാപാത്രങ്ങളായി കഥകളിൽ വരാറുണ്ട്. ജീവനില്ലാത്തവയും കഥാപാത്രങ്ങളായി കഥയിൽ വരും. ഇവിടെ റേഡിയോ സജീവമായ ഒരു കഥാപാത്രമായി കഥയിൽ നിറയുന്നത് എങ്ങനെ? ടീം ഡിയോട്. ആറാട്ടുകുന്നിൽ ആദ്യമായി റേഡിയോ വാങ്ങിയത് ചാക്കുണ്ണിയായിരുന്നു. അതൊരു മർഫിയോ റേഡിയോ ആയിരുന്നു. ആ റേഡിയോ വന്നതിന് ശേഷം ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതൊരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ് അദ്ദേഹം അത് കണ്ടത്. കഥയിൽ ഒരു കഥാപാത്രത്തെ പോലെ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെ? അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും എവിടെയായാലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് റേഡിയോ. അതിനെ തന്റെ മകനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ റേഡിയോയും ചാക്കുണ്ണി സ്നേഹിച്ചിരുന്നു. ആ റേഡിയോയുടെ പിറകിലുള്ള ഒരു കുട്ടിയെ ചാക്കുണ്ണി സത്യത്തിൽ ജീവനുള്ള ഒരു വസ്തുവിനെ പോലെയായിരുന്നു കണ്ടത്. അതൊരു കഥാപാത്രമായി മാറണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ തന്നെ മാറുന്നു. അദ്ദേഹത്തിന്റെ ജോലിയിൽ താളം തെറ്റുകയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ താളം തെറ്റുകയാണ്. അതെ, ഒരു റേഡിയോ എങ്ങനെയാണ് കഥാപാത്രമാവുന്നത് എന്ന് നമുക്ക് പണയം എന്ന കഥയിലൂടെ കാണാനാവും. കഥയിലെ കഥാപാത്രങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ നിലനിൽക്കും. ഇവിടെ റേഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെയുണ്ട്. റേഡിയോ ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ എത്രമാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന കഥയിൽ കാണുന്നുണ്ട്. ഒരു ജീവനും വികാരവുമുള്ള ഒരടുത്ത ബന്ധുവിനെ പോലെയാണ് ചാക്കുണ്ണി റേഡിയോയെ കാണുന്നത്. കുട്ടിയെ പോലെ പരിചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയോ കേൾക്കാൻ വേണ്ടി നാട്ടുകാര് അയാളുടെ വീടിനടുത്തേക്ക് വരുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ ചിലരൊക്കെ ഒളിച്ചു നടന്നിട്ടുണ്ട്. റേഡിയോ പരിപാടി കേൾക്കുമ്പോൾ പണം കൊടുക്കാൻ, തയ്ച്ചതിന്റെ കൂലി കൊടുക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഒളിച്ചു നടന്നിട്ടുണ്ട്. നാട്ടുകാര് ആസ്വദിക്കാൻ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, റേഡിയോ എന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അയാളുടെ ജീവിതം തന്നെയാണ് താറുമാറാവുന്നത്. തൊഴിലും ജീവിതവും ഒക്കെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ജീവനില്ലാതിരുന്നിട്ടും ഒരു ജീവനും വികാരവുമുള്ള ഒരാളെപ്പോലെ ചാക്കുണ്ണിയുടെ കൂടെ ആശ്വാസമായി നിലനിന്ന റേഡിയോ വായനക്കാരന്റെ മനസ്സിലും ഒരു കഥാപാത്രമായി നിലനിൽക്കുന്നു. വായിക്കുന്ന ഒരാൾക്കും റേഡിയോയോട് ആത്മബന്ധം തോന്നിപ്പോകുന്നു, അല്ലെ? അതുകൊണ്ടുകൂടിയാണ് റേഡിയോ ഒരു കഥാപാത്രമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു കഥയിൽ പരാമർശിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു സജീവമായ കഥാപാത്രമാവണമെന്നില്ല. വായനക്കാരന് ആ ഒരു കഥാപാത്രം അവരുടെ ഉള്ളിലേക്ക് കടന്നെത്തുമ്പോഴാണ് അല്ലെ അവിടെ സ്ഥാനം ഉറപ്പിക്കുമ്പോഴാണ് ഒരു മായാത്ത കഥാപാത്രമായി മാറുക. ഇവിടെ നമുക്ക് കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നീറ്റലായി. കുഞ്ഞിന്റെ മരണം വലിയൊരു നീറ്റലാണ്. അതേപോലെ തന്നെ പണയം വെക്കേണ്ടി വന്ന റേഡിയോയുടെ അവസ്ഥയും നമ്മുടെ മനസ്സിലൊരു നീറ്റലായി അവശേഷിക്കുന്നുണ്ട്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ആ ചോദ്യം ഒരു പാഠത്തെ മാത്രം മുൻനിർത്തിയല്ല, ഈ യൂണിറ്റിനെ മൊത്തമായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഒരു വഴിയാണ്.
നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ഇതില് ഓണമുറ്റത്ത്, കോഴിയും കിഴവിയും, കൊച്ചു ചക്കരച്ചി, ശ്രീനാരായണ ഗുരു എന്നീ പാഠങ്ങളുണ്ട്. ഈ യൂണിറ്റിന് എന്തുകൊണ്ടായിരിക്കും നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന് പേരിട്ടിട്ടുണ്ടാവുക? നിലാവ്, പെയ്യുക, നാട്ടുവഴികൾ ഇവയൊക്കെ ചേർത്ത് വെച്ച് സച്ചിദാനന്ദന്റെ ഒരു കവിതാ ഭാഗമുണ്ട്. ഇതിലേ നടന്നുപോയി പലർ, നാട്ടുവഴികളിലെല്ലാം നിലാവായി പടർന്നവർ. അതിൽ നിന്നുകൂടിയായിരിക്കാം നമ്മുടെ യൂണിറ്റിന് ആ പേര് സ്വീകരിച്ചിട്ടുണ്ടാവുക. ഈ പാഠങ്ങളൊക്കെ തമ്മിലുള്ള ഒരു സാമ്യവും ഒക്കെ ചേർത്ത് വെച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കൂ, ഒരു 4 കാര്യം പറഞ്ഞാൽ മതി. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നിലാവ് അല്ലെങ്കിൽ നിലാവാകുന്ന വെളിച്ചം പടർത്തുന്ന ചില മനുഷ്യരുണ്ട്. അവരെ പറ്റിയാണ് ഈ പാഠഭാഗത്തിൽ കൂടുതലായിട്ട് പറയുന്നത്. കോഴിയും കിഴവയും എന്ന് പറയുന്ന പാഠം എടുക്കുമ്പോൾ തന്നെ അതിൽ മത്തായും മർക്കോസ് എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. മത്തായിൻ്റെ അമ്മയാണ് കൂടുതലായിട്ട് പറയുന്നത്. അവിടെ കോഴിയെ മോഷ്ടിച്ചു എന്ന് പറയുന്നതിൽ മത്തായിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് കൊണ്ടയാക്ക്, ഇവൻ കള്ളത്തരം പറയുന്നതാണ്, അത് സത്യമായിട്ടുള്ള കാര്യമല്ല എന്ന്. ഇവൻ കോഴിയെ കറി വെച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇവൻ ഈ കള്ളം പറയുന്നത്. അങ്ങനെ പറയുമ്പം തന്നെ സത്യമായിട്ടുള്ള കാര്യം പറയണം എന്നും ഈ നിലാവ് വീഴുന്ന നാട്ടുവഴികളെന്ന് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാകും. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠം എടുക്കുകയാണെങ്കിലും ശ്രീനാരായണ ഗുരു നമുക്ക് ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, മതവും ജാതിയും ഒന്നുമല്ല, നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളുമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അതിലൂടെ മറ്റുള്ളവർക്ക് നല്ല വഴികൾ തുറന്നു കാട്ടാനും അതേപോലെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാനും നമ്മൾ ശ്രമിക്കണമെന്നാണ് ആ പാഠഭാഗത്തിലും പറയുന്നത്. അതേപോലെ തന്നെ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളിലും യൂണിറ്റിന്റെ തലക്കെട്ട് പോലെ തന്നെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ ആളുകളുടെ ജീവിതത്തിലേക്ക് വഴികൾ നിലാവ് വെളിച്ചം പകരണം എന്നാണ് ഈ യൂണിറ്റ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ശരിയാണ്. ഗ്രാമീണതയുടെ നാട്ടുവഴികളിൽ പ്രകാശം പരത്താൻ ശ്രമിച്ചവർ ഈ യൂണിറ്റിൽ വരുന്നുണ്ട്. ശ്രീനാരായണ ഗുരു, കോഴിയും കിഴവിയിലെ അമ്മ, അതേപോലെ പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന കൊച്ചു ചക്കരിച്ചി. അതൊരു ഗ്രാമചിത്രമാണ് അല്ലെ? മലയാളിയുടെ മനസ്സിലെ മധുരവും ഉദാരവുമായ ഓണം എന്ന വികാരത്തെക്കുറിച്ച് ഇങ്ങനെ നാട്ടുവഴികളിലെല്ലാം നിലാവായി പ്രകാശം പരത്തി ജീവിച്ച കുറച്ച് മനുഷ്യരെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും കൂടിയാണ് ഈ യൂണിറ്റ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ യൂണിറ്റിന് അങ്ങനെ ഒരു പേര് നൽകിയിട്ടുണ്ടാവുക. വ്യക്തമാണ്. ടീം സിക്ക് 4 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോട്. ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് വളരെ ആർദ്രമാകും. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ റേഡിയോ എന്ന മാധ്യമം ചെലുത്തുന്ന സ്വാധീനം എത്രമാത്രമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ കഥയ്ക്ക് കഴിയുന്നുണ്ട്. പണയം എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കണമെന്നിരിക്കട്ടെ. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുക? കഥ നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിച്ചത് അത് പറഞ്ഞാൽ മതി. അത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് എഴുതി വെക്കണം. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതും? അതാണ് അവിടെ വേണ്ടത്. ഈ സന്തോഷ് കുമാറിൻ്റെ ഒരു ഭാവസാന്ദ്രമായ കഥയാണ് പണയം. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ചാക്കുണ്ണിയും ചെമ്പുമത്തായും. ചെമ്പുമത്തായി എന്ന കഥാപാത്രം പണത്തിനും സ്വർണത്തിനുമെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ചാക്കുണ്ണിയാകട്ടെ കലകൾക്കും സംഗീതത്തിനുമെല്ലാം പ്രാധാന്യം നൽകി പോരുന്നൊരു വ്യക്തിയാണ്. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ എഴുതണം, അതിനൊരു ക്രമം ഉണ്ടാവും അല്ലേ? നമ്മൾ ഒരു കഥ എങ്ങനെയാണ് ആസ്വദിച്ചത്? കഥ എഴുതിയ ആളെ കുറിച്ച്, കഥയിലെ കഥാപാത്രങ്ങൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ, കഥ സമൂഹത്തിന് നൽകിയ സന്ദേശങ്ങൾ എന്താണ്? കഥ ഭാവസാന്ദ്രമായതാണെന്ന് നിങ്ങൾ പറഞ്ഞു. എങ്കിൽ ഭാവസാന്ദ്രമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിലെ ഭാഷാപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കഥ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? അതൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ വായിച്ച കഥ, നമ്മൾ ആസ്വദിച്ച കഥ മറ്റൊരാൾക്ക് വായിക്കാൻ തോന്നുന്ന തരത്തിൽ നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കും. നിങ്ങൾ പറഞ്ഞത് കൃത്യമാണ്. എന്തൊക്കെ വേണം? കഥ ഏതാണ്, കഥാപാത്രങ്ങൾ ഏതാണ്, കഥയുടെ ഉള്ളടക്കം എന്താണ്, അത് നമ്മളിൽ ചെലുത്തിയ സ്വാധീനം എന്താണ്, അങ്ങനെ ഭാവസാന്ദ്രമാക്കാൻ വേണ്ടി കഥാകാരൻ ഉപയോഗിച്ച ഭാഷ എങ്ങനെയുള്ളതാണ്, ഇതൊക്കെ വിശദീകരിച്ചാൽ ആസ്വാദനക്കുറിപ്പ് നന്നാവും. അപ്പോൾ ടീം ബിക്ക് 4 പോയിന്റ്. 4ാമത്തെ റൗണ്ടിന്റെ അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. 1888 ശ്രീനാരായണ ഗുരു ഒരു ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് ഇതറിയുന്നത്. നെയ്യാറിലെ ആഴമേറിയ കയത്തിൽ നിന്ന് ഒരു ശിലയെടുത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? ഈ പ്രതിഷ്ഠയുടെ ലക്ഷ്യം എന്തായിരുന്നു?
സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാരും മേൽജാതിക്കാരും ഉണ്ട്. അപ്പോൾ മേൽജാതിക്കാർ പോകുന്ന ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു വ്യത്യാസം പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം താഴ്ന്ന ജാതിക്കാരെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു തന്നെയാണ് ഈ പ്രതിഷ്ഠ വെച്ചത്. ജാതിയുടെ പേരിൽ നിരവധി കലാപങ്ങൾ നടന്നൊരു കാലമായിരുന്നു അക്കാലം. പിന്നീട് സമൂഹത്തിന് താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ പോകാനോ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹം ദർശിക്കാനോ ഉള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ശിവൻ, വിഷ്ണു തുടങ്ങിയ ദൈവങ്ങളെല്ലാം സവർണരായ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു അവകാശമാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിനെതിരെ പ്രതികരിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇതിനെതിരെയും മുതിർന്ന ജാതിക്കാർ ഒരുപാട് പ്രതിഷേധം നടത്തിയിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെ ആണെന്നാണ്, ഈഴവർക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ഒരു ഇതാണെന്നാണ്. പക്ഷേ ആ ഒരു വിഗ്രഹം ഈഴവർക്ക് മാത്രമല്ല, മുന്തിയ ജാതിക്കും താഴ്ന്ന ജാതിക്കാർക്കും ആർക്ക് വേണമെങ്കിലും ദർശിക്കാനാവുന്നതായിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിക്കാരെ മുന്നേക്കിടയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നയമായിരുന്നു ശ്രീനാരായണ ഗുരു. അധസ്ഥിതരായ ജനങ്ങൾക്ക് ആരാധനാലയങ്ങളിൽ പോവാനോ പ്രാർത്ഥനയ്ക്കോ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് എല്ലാവർക്കും ആരാധനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും അവകാശം വേണം എന്നതുകൊണ്ട് തന്നെയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ളത്. പാമര ജനങ്ങളെ പടിപടിയായി ഉയർത്തണം, ഇതിനുള്ള ഒരു ഉപാധി കൂടിയായിട്ടാണ് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ. ഏതൊരു മനുഷ്യന്റെയും അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കുകയും മനുഷ്യരായി ജീവിക്കാൻ അവകാശമുണ്ടാവുകയും ചെയ്യുക എന്നത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഉദ്ദേശത്തിന്റെ പ്രധാനമായ കാതൽ. അതുകൊണ്ട് തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ എന്നത് പിന്നീട് പല സംവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടെങ്കിലും ആ പ്രതിഷ്ഠയിലൂടെ അധകൃതരായ ജനങ്ങൾ മുന്നോട്ട് വരിക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നീട് അത്തരം ആരാധനാലയങ്ങൾ വേണ്ട എന്ന നിലയിലേക്കും ശ്രീനാരായണ ഗുരു എത്തിച്ചേർന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ടീം എക്ക് 4 മാർക്ക്. എല്ലാവരും നല്ല രീതിയിലാണ് ഈ 4ാമത്തെ റൗണ്ടിനോട് പ്രതികരിച്ചിട്ടുള്ളത്. 22 പോയിന്റ് നേടിയ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം ഇ സെന്റ് ജോസഫ് HSS പേരാവൂർ. 2ാം സ്ഥാനം 20 പോയിന്റോടെ ടീം എ GHSS പാല. 3ാം സ്ഥാനത്ത് ടീം സി ഉളിക്കൽ സ്കൂളിന് 18 പോയിന്റ്. ടീം ബിക്കും ടീം ഡിക്കും 17 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം ഇംഗ്ലീഷ് പ്രശ്നോത്തരി കേൾക്കാം. റേഡിയോ ടീച്ചർ അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്.